വബറകാത്ത്. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ടോ നിങ്ങൾ? ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകള്. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാന, ഒരു ഞാമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനം മറ്റും എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അങ്ങനെ എന്താട്ടി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടിവിടെ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ്. പിന്നെ ഞാനിവിടെ വരും, ഇവിടെ ആളുകൾ ചികിത്സക്ക് വരും. എനിക്ക് അതൊന്നും ഞാൻ ആരോട് പറയില്ല. ഇതിന് ഫലമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം, ഇതുമ്മ കുടിക്കണം, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന ഞാമത്ത. ഇവിടെ എവിടുന്ന ജനങ്ങൾ വരുന്ന അറിയുന്നില്ല. അള്ളാഹു തന്ന ഞാമത്താണ്. അള്ളാഹു അത് മരണം അള്ളാഹു നിലനിർത്തി തരട്ടെ. അത്രേ നമുക്കത് പറയാലോ. അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചു എന്തിനത് കെട്ടിയത്. അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ. അള്ളാഹു ബർക്കത്ത്. അൽ ഫാത്തിഹ. എല്ലാവർക്കും നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സമ്മേളനമായിട്ട് കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകളെ കറണ്ട് ബില്ലിലൂടെ ഷോക്കടിപ്പിച്ചു കൊടുക്കുന്ന ഈ ഭരണ സംവിധാനം, അവർക്ക് പോലും KSEB-ന്നോ അല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റർ പോലും വാങ്ങിച്ചുകൊണ്ട് കറണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വിലക്കയറ്റം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ നികുതി പണം കൊടുത്ത് ആ പൈസ ദൂർത്തടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സർക്കാർ